പാതിവില തട്ടിപ്പ് കേസിൽ ഷീബ സുരേഷിന്റെ കുമിളിയിലെ വീട് ഇഡി സീൽ ചെയ്തു. കുമിളി മുൻ പഞ്ചായത്ത് പ്രസിഡന്റും മഹിളാ കോൺഗ്രസ് ഇടുക്കി ജില്ലാ സെക്രട്ടറിയുമാണ് ഷീബ സുരേഷ്. നിലവിൽ ഷീബ വിദേശത്താണ്. ജോസിൽ ചേരുന്നു. ജോസിൽ, മുൻകൂർ ജാമ്യാപേക്ഷ നൽകി കാത്തിരിക്കുകയായിരുന്നല്ലോ ഷീബ സുരേഷ്. ഇവർക്ക് നേരത്തെ തന്നെ അറിവുണ്ടായിരിക്കണം ഇത്തരത്തിൽ ചില നീക്കങ്ങൾ ഉണ്ടാകുന്നു എന്ന്. ഇപ്പോൾ അവരുടെ വീട് പൂട്ടി സീൽ ചെയ്തിരിക്കുന്നു. വിശദാംശങ്ങൾ. ഷമ്മി, ഇപ്പോൾ ഈ 7 ജില്ലകളുടെ ചുമതലക്കാരിയായിരുന്നു, ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 7 ജില്ലകളുടെ ചുമതലക്കാരിയായിരുന്നു ഷീബ സുരേഷ്. കുമിളി ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റാണ്. ഒപ്പോൾ മഹിളാ കോൺഗ്രസിൻ്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറിയായി നേതാവായി പ്രവർത്തിക്കുന്ന ആളാണ് ഷീബ സുരേഷ്. ആ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ജില്ലയിൽ, വിവിധ ജില്ലകളിൽ ഈ മഹിളാ കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് സീഡ് സൊസൈറ്റികൾ രൂപീകരിക്കുകയും ആ സീഡ് സൊസൈറ്റികൾ ഉപയോഗിച്ചുകൊണ്ട് സാധാരണക്കാരായ ആളുകൾ തയ്യൽ മെഷീൻ കൊടുക്കാം, ലാപ്ടോപ്പ് കൊടുക്കാം, അതുപോലെ തന്നെ സ്കൂട്ടർ കൊടുക്കാമെന്ന് വനിതകളെ പറഞ്ഞു പറ്റിച്ചാണ് ഇത്തരത്തിൽ വലിയ തട്ടിപ്പ് നടന്നത്. ഇത്തരത്തിൽ ഈ വണ്ടൻമേട് സീഡ് സൊസൈറ്റിയുടെ കോർഡിനേറ്റർമാർ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ഈ നടപടികൾ ഉണ്ടാകുന്നത്. ഈ കുമളിയിൽ ഈ പറയുന്ന ഷീബ സുരേഷുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന കോർഡിനേറ്റർമാരാണുള്ളത്. എന്നാൽ തൊട്ടടുത്ത പഞ്ചായത്തായ വണ്ടൻമേട് പഞ്ചായത്തിൽ തന്നെ 3 കോടി രൂപയിലധികം തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് വണ്ടൻമേടിലെ കോർഡിനേറ്റർമാർ, അതായത് ഈ സീഡ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കോർഡിനേറ്റർമാർ തന്നെയുള്ളവരുടെ പരാതി. 3 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ്. ആ തട്ടിപ്പ് വണ്ടൻമേട് പോലീസ് ഈ ഷീബ സുരേഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇപ്പോൾ നിലവിൽ ഏതായാലും വിദേശത്ത് മകളുടെ അടുത്താണ് ഷീബ സുരേഷ്. അവിടെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇഡി പരിശോധനകളുമായി വന്നപ്പോൾ വീട് പൂട്ടിക്കിടക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ വീട് സീൽ ചെയ്യും. കാരണം ഷീബ സുരേഷ് ഇനി തിരിച്ചു നാട്ടിലേക്ക് വന്നാൽ പോലും ഇഡി എത്തി, അതുപോലെ തന്നെ ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെത്തി ഈ വീട്ടിലിരിക്കുന്ന രേഖകളടക്കം പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇവർക്ക് വീടിനുള്ളിൽ കടക്കാൻ സാധിക്കൂ എന്നുള്ള രീതിയിൽ വീട് പൂട്ടി സീൽ ചെയ്തിരിക്കുകയാണ്. ഏതായാലും കോൺഗ്രസിനകത്ത് ഇവർക്കുണ്ടായിരുന്ന നേതൃത്വം, അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലുള്ള ബന്ധങ്ങൾ, കുടുംബശ്രീകളുമായി ബന്ധപ്പെട്ടുള്ള ബന്ധങ്ങൾ, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് വനിതകൾക്കിടയിൽ ഇത്തരം തട്ടിപ്പ് നടത്തുകയാണ് ഷീബ സുരേഷ് ചെയ്തത്. ജോസില്, ഇവര് കുമിളി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു എന്ന് ആണ് മനസ്സിലാകുന്നത്. ഒപ്പം തന്നെ മഹിളാ കോൺഗ്രസിൻ്റെ വലിയ നേതാവാണ്. ഇത്രയും സ്വാധീനമുള്ള ഒരാൾ ഇത്തരത്തിൽ ഈ ഒരു കോക്കസിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും അവിടുത്തെ സ്ത്രീജനങ്ങൾ ഇവരെ വിശ്വസിക്കും, അവർക്ക് പണം നൽകും. ഇവർക്ക് ഈ ഒരു കാര്യത്തിൽ തട്ടിപ്പിൽ ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട്, താൻ ഇതിൻ്റെ ഭാഗമാണെന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചു മുൻകൂർ ജാമ്യം തേടി എന്നുള്ള വാർത്തകളടക്കം പുറത്തു വരുന്നുണ്ട്. ഈ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ എന്തെങ്കിലും പ്രതികരണമുണ്ടോ? അവരുടെ വലിയ നേതാവാണല്ലോ ഇപ്പോൾ ഇടുക്കി ജില്ലയിലും ഈ പറയുന്നത് പോലെ പ്രതിയായി നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഇടുക്കി ജില്ലയിൽ മാത്രമല്ല ഷീബ സുരേഷ് തൻ്റെ ബന്ധങ്ങൾ ഉപയോഗിച്ച് മഹിളാ കോൺഗ്രസുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ കുടുംബശ്രീകളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഭാരവാഹിത്വം ഉപയോഗിച്ചുകൊണ്ടെല്ലാം ഈ വലിയ തട്ടിപ്പ് വിവിധ ജില്ലകളിൽ ഇപ്പോൾ പുറത്തു വരുന്ന ഫോട്ടോകളിൽ ആലപ്പുഴ ജില്ല, എറണാകുളം ജില്ല, അങ്ങനെ വിവിധ ജില്ലകളിൽ ഇവർ പങ്കെടുക്കുന്ന പരിപാടികൾ, ആ പരിപാടികളിൽ ഈ ചെറിയ രീതിയിലാണെങ്കിലും ലാപ്ടോപ്പ് വിതരണം ചെയ്ത് ആദ്യഘട്ടത്തിൽ കുറേ ആളുകൾക്ക് ലാപ്ടോപ്പ് കൊടുത്തു, കാർഷിക ഉപകരണങ്ങൾ കൊടുത്തു. ഇതിൻ്റെ എല്ലാം ഫോട്ടോകൾ പുറത്തു വരുമ്പോൾ അതിനെല്ലാം നേതൃത്വമായി നിൽക്കുന്നത് ഷീബ സുരേഷാണ്. ഈ തട്ടിപ്പ് കേന്ദ്രത്തിൻ്റെ ചെയർപേഴ്സണായി അടക്കം പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ NGO കോൺഫെഡറേഷൻ്റെ ബോർഡ് അംഗമായി പ്രവർത്തിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ മഹിളാ കോൺഗ്രസിലെ സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ടും ഇവർ തട്ടിപ്പിന് നേതൃത്വം കൊടുത്തു. ഏതായാലും ഈ വിവിധ ജില്ലകളിൽ ഇവർക്കുള്ള ഈ കോൺഗ്രസിനകത്ത് ദീർഘനാളായുള്ള പൊതുപ്രവർത്തന ബന്ധം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ തട്ടിപ്പിന് നേതൃത്വം കൊടുക്കുകയാണ് ഷീബ സുരേഷ് നടത്തിയത്. അതിൻ്റെ തുടർച്ചയെന്ന നിലയിലാണ് ഈ ക്രൈംബ്രാഞ്ചും പോലീസുമെല്ലാം ഇവർക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവർക്കെതിരെ പ്രധാനമായും പരാതി കൊടുത്തത് വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിലെ ഈ സീഡ് സൊസൈറ്റിയുടെ തന്നെ കോർഡിനേറ്റർമാരാണ്. കാരണം അവരെ ഉപയോഗിച്ചുകൊണ്ട് 3 കോടി അധികം രൂപയുടെ തട്ടിപ്പ് ഈ വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിൽ മാത്രം ഈ 3 കോടി രൂപയിലധികം തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നുള്ള പരാതിയാണ് ഷീബ സുരേഷിനെതിരെ ആദ്യഘട്ടത്തിൽ ഉണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇഡി അടക്കം ഇവർക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇവർ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വീട്ടിലുള്ള ഇവരുടെ രേഖകൾ പരിശോധിക്കാൻ എത്തിയപ്പോൾ ഇവർ വിദേശത്തായതുകൊണ്ട് തന്നെ ഇവരുടെ വീട് പൂട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇഡി എത്തി, അല്ലെങ്കിൽ മറ്റ് ക്രൈംബ്രാഞ്ച് അടക്കമുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ മാത്രമേ ഇനി ഈ വീട് തുറന്ന് ആരെങ്കിലും അകത്ത് കയറാവൂ എന്നുള്ള നിലപാടാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്കുള്ളത്. ഷമി, ഈ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഓരോ ജില്ലകളിലും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ് ഈ രീതിയിൽ ഈ തട്ടിപ്പിൻ്റെ
ഭാഗമായി നിൽക്കുന്നത്. അതായത് വളരെ കൃത്യമായ ഒരു ആസൂത്രണം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ഓരോ ജില്ലയിലും ഇപ്പോൾ മലപ്പുറം പോലുള്ള ചില ജില്ലകളിൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ ഈ കേസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ബാക്കി ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളിലും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തന്നെയാണ് ജോസിലെ ഈ തട്ടിപ്പിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. അത് വളരെ ചെറിയ തുകയൊന്നുമല്ല, ലക്ഷങ്ങളൊന്നുമല്ല, കോടികളാണ് ഇവർ ഈ സാധു മനുഷ്യരുടെ കയ്യിൽ നിന്ന് പറ്റിച്ചുകൊണ്ട് പോയിട്ടുള്ളത്. കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു സബ്മിഷൻ ഉന്നയിച്ചിരുന്നു. പക്ഷേ ആ സബ്മിഷൻ ഉന്നയിക്കാൻ പ്രതിപക്ഷ നേതാവ് അടക്കം തയ്യാറാകാത്ത സാഹചര്യമാണ്. അവർ ആ സബ്മിഷൻ ഉന്നയിക്കാതെ ഒളിച്ചോടുന്ന സാഹചര്യമാണ് കണ്ടത്. അത്രമാത്രം നാറിയ നിലയിലാണ് സംസ്ഥാനത്ത് കോൺഗ്രസ് നിൽക്കുന്നത്. ഈ സാധു സ്ത്രീകളുടെ മുഴുവൻ പണവും പറ്റിച്ചുകൊണ്ടുപോയി. എല്ലാം അറിയപ്പെടുന്ന നേതാക്കളാണ് ജോസിൽ. ഷമ്മി, ഈ അനന്തു കൃഷ്ണൻ തൻ്റെ ബന്ധങ്ങൾ വ്യാപിപ്പിച്ചത് ഘട്ടം ഘട്ടമായാണ്. ആദ്യഘട്ടത്തിൽ ഈ തൊടുപുഴ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് PJ ജോസഫുമായി ബന്ധപ്പെട്ട് PJ ജോസഫ് നേതൃത്വം കൊടുക്കുന്ന ഗാന്ധിജി സ്റ്റഡി സെൻറ്റർ എന്ന് പറയുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാർഷിക രംഗത്തെ ക്ലാസ് എടുക്കുന്നതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ആളാണ്. കേരള കോൺഗ്രസ് രാഷ്ട്രീയവുമായിട്ടാണ് ആദ്യം ബന്ധപ്പെട്ട് ഈ അനന്തു കൃഷ്ണൻ പ്രവർത്തിക്കുന്നത്. പിന്നീട് ഈ പല ഘട്ടങ്ങളിലായിട്ട് പ്രമീള ദേവി എന്ന് പറയുന്ന അന്നത്തെ കോൺഗ്രസ് നേതാവും മഹിളാ കോൺഗ്രസ് നേതാവുമായിട്ട് അടുക്കുന്നു. അങ്ങനെ പ്രമീള ദേവിയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രമീള ദേവി കോൺഗ്രസിനുള്ളിൽ നിന്ന് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ വനിതാ കമ്മീഷൻ അംഗമായിരുന്ന കാലഘട്ടത്തിലാണ് പ്രമീള ദേവിയുടെ സ്റ്റാഫായി പേഴ്സണൽ PA ആയി പ്രവർത്തിക്കുകയും അങ്ങനെ കോൺഗ്രസിനകത്തെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് എല്ലാമായിട്ട് നല്ലൊരു ബന്ധം അനന്തു കൃഷ്ണൻ സ്ഥാപിച്ചെടുക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം പ്രമീള ദേവി BJP-യിലേക്ക് പോവുകയും BJP നേതാക്കന്മാരുമായും അടുത്ത ബന്ധമുണ്ടാകുന്നു. അങ്ങനെ ഒരു ഘട്ടം ഘട്ടമായി കേരള കോൺഗ്രസ് BJP അങ്ങനെ ഘട്ടം ഘട്ടമായി ഈ നേതാക്കന്മാരെല്ലാം പ്രധാന നേതാക്കന്മാരുമായെല്ലാം അടുത്ത ബന്ധം സ്ഥാപിക്കുകയും പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന വേദിയിൽ പോലും ആ വേദിയിൽ, കാരണം അത്രയും പ്രൊട്ടക്ഷനുള്ള പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന വേദിയിൽ പോയി പ്രധാനമന്ത്രിയെ ഷാളണിയിക്കാൻ തക്കമുള്ള ബന്ധം BJP നേതാക്കന്മാരുണ്ടാകുന്നു. അതുപോലെ തന്നെ മുൻ രാഷ്ട്രപതിയായ രാംനാഥ് കോവിന്ദ് അടക്കമുള്ള ആളുകൾ കേരളം സന്ദർശിക്കുമ്പോൾ ഒപ്പം നടന്ന് ഈ മറ്റ് ആ സന്ദർശനങ്ങളിലെല്ലാം പങ്കെടുക്കുന്ന വ്യക്തിയെ അനന്തകൃഷ്ണൻ മാറുന്നു. ഇതിനെല്ലാം ബന്ധമുണ്ടാക്കി കൊടുത്തത് BJP നേതാക്കന്മാരാണ്. അതിനു മുമ്പുള്ള എന്നാൽ ഈ തട്ടിപ്പിന് ഈ BJP-യേക്കാൾ കൂടുതൽ കേരളത്തിൽ പഞ്ചായത്ത് ഭരണസമിതികളുള്ളത് കോൺഗ്രസിനാണ്. അപ്പോൾ ഈ മുൻകാലങ്ങളിൽ തൊട്ടുള്ള ഈ കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ടുള്ള ബന്ധം ഈ ഓരോ പഞ്ചായത്തുകളിലും ഇത്തരത്തിൽ സീഡ് സൊസൈറ്റികൾ രൂപീകരിക്കുന്നതിന്, പ്രത്യേകിച്ച് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ സീഡ് സൊസൈറ്റികൾ രൂപീകരിക്കുന്നതിനും അങ്ങനെ അതുപോലെ തന്നെ കുടുംബശ്രീകളുമായി ബന്ധപ്പെടാനും എല്ലാം ഈ പഴയ മഹിളാ കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ടുള്ള ബന്ധം പ്രധാനമായിട്ടും ഈ അനന്തു കൃഷ്ണനെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് വ്യാപകമായ തട്ടിപ്പ് ഓരോ പഞ്ചായത്തുകളും. കാരണം BJP ഭരിക്കുന്ന പഞ്ചായത്തുകൾ വളരെ ഷീബ സുരേഷിൻ്റെ വീട് ED സീൽ ചെയ്തിരിക്കുന്നു. പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് EDയുടെ നടപടി. ജോസിലാണ് വിശദാംശങ്ങൾ നൽകിയത്.